ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു നോമ്പ് കഞ്ഞിയുടെ റെസിപ്പിയാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു നോമ്പ് കഞ്ഞിയാണ്. ഒരു തവണ നിങ്ങൾ ഇതുപോലൊരു നോമ്പ് കഞ്ഞി തയ്യാറാക്കി നോക്കൂ. ഇടയ്ക്കിടയ്ക്ക് പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വീട്ടിലുണ്ടാക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ നോമ്പ് കഞ്ഞി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചരിയാണ്. 1/2 കപ്പ് അളവിൽ ഞാനിപ്പോൾ പച്ചരി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ചേർക്കാം. കൂടെ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടിയാണ്. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് 2-3 വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ അരിയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കുക്കറിന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. കൂടെ തന്നെ അതേ അളവിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി. ഇനി ഇത് നല്ല രീതിക്ക് എണ്ണയും നെയ്യെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടി. അപ്പോൾ ഈ കറുവാപ്പട്ട പൊടിച്ച് ചേർക്കണ്ട, ഇതുപോലെ ഇങ്ങനെ മുഴുവൻ പീസായിട്ട് ഇട്ടാൽ മതിയാവും. അതാകുമ്പോഴത്തേക്കും കഞ്ഞി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എടുത്ത് മാറ്റാൻ ഈസി ആയിരിക്കും. കൂടെ തന്നെ മീഡിയം സൈസ് സവാളയിൽ 1 സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർക്കുകയാണ്. ഇനി വേണ്ടത് 5 ചെറിയുള്ളിയും 2 വലിയ വെളുത്തുള്ളി അല്ലിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഉള്ളിയുടെ കളറൊന്നും മാറണമെന്നുള്ള ആവശ്യമില്ല. നല്ല രീതിക്ക് ഇതൊന്ന് ചൂടായി വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിക്ക് തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മീഡിയം സൈസ് തക്കാളിയിൽ 1 തക്കാളി വലിയ പീസാക്കിയിട്ടാണ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതങ്ങനെ ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി. അപ്പോൾ ആ പച്ചമുളക് ഇച്ചിരി എരിവുള്ളതായതിൻ്റെ പേരിൽ ഇതിനുള്ളിലുള്ള ആ ഒരു വിത്തൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ്. കുറഞ്ഞ അളവിൽ ചേർക്കാം. രണ്ടും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ ചേർക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരല്പസമയം മാത്രം ഞാനിതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മട്ടനാണ്. 150 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ മട്ടൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത കഷ്ണമാണ്. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുന്നതാണ്. ഇനിയിപ്പോൾ മട്ടൻ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചിക്കനും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കിപ്പോൾ നോൺ വെജ് ആയിട്ട് തയ്യാറാക്കേണ്ട, വെജായിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിന് പകരം നമുക്കിതിലേക്ക് 1 ക്യാരറ്റ്, മീഡിയം സൈസുള്ള 1 ക്യാരറ്റ് മാത്രം അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇനി വീണ്ടും നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. മട്ടനൊക്കെ ഒന്ന് ചൂടായി കിട്ടട്ടെ, അതുവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു അല്പസമയം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. കൂടെ ഒരു പിഞ്ചളവിൽ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി. വേറെ അധികം മസാലകളൊന്നും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. മസാലയൊക്കെ നല്ല രീതിക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് അരി ചേർക്കാം. കൂടെ ഇതിലേക്ക് ഒരു 5 കപ്പ് അളവിൽ വെള്ളം കൂടി. 250 ml കപ്പിനാണ് 5 കപ്പ് അളവിൽ വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ കഞ്ഞിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്കറിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ച് വെക്കാവുന്നതാണ്. ഒരു 4 വിസിൽ വരുന്നത് വരെയാണ് ഞാനിപ്പോൾ വെക്കുന്നത്. നല്ല രീതിക്ക് തന്നെ നമ്മുടെ അരിയെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. അതുപോലെ നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. 4 വിസിൽ, പച്ചരി ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ ഇത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഉടൻ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോകട്ടെ, അതിനുശേഷം മാത്രം ഒന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കഞ്ഞിയൊക്കെ നല്ല രീതിക്ക് ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരിയെല്ലാം ഒന്ന് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. നമ്മൾ ചേർത്ത ആ തക്കാളിയെല്ലാം ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് ചേർന്നിരിക്കണം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടിയാണ്. 1-ാം തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 1 മുറി തേങ്ങയാണ് കേട്ടോ ഇതുള്ളത്. അതിൻ്റെ പാല് മാത്രം ചേർത്താൽ മതിയാവും. 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഞാനൊരല്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഫ്ലെയിം ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതായത് തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ആകണം. തിളയ്ക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ കഞ്ഞിയെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം.
സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു മണം തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു മണമാണ് നമ്മുടെ ഈ നോമ്പ് കഞ്ഞിക്കുള്ളത്. വളരെ രുചികരമായിട്ടുള്ളൊരു നോമ്പ് കഞ്ഞിയാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു തവണ ഇതുപോലൊരു നോമ്പ് കഞ്ഞി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പായിട്ടും വീട്ടിലുണ്ടാക്കും. അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലൊരു നോമ്പ് കഞ്ഞി തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.